ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധുസിന്റെ സൂപ്പർ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. സുഖത്തിന്റെ കൂടത്തിൽ കുറച്ച് തിരക്കിട്ട കുറേ പണികളും കാര്യങ്ങളുമായിരുന്നു കേട്ടോ. എന്തായാലും നമ്മുടെ മേശിരിമാര് വന്ന് പണിയൊക്കെ കഴിഞ്ഞ് അവർ പോയി. അന്നേരമാണ് അമ്മ വിളിച്ചത് കേട്ടോ. അമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങളൊരു 10 പേര് അങ്ങോട്ട് വരുവാ കേട്ടോ ഇന്ന് നിങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നത്, ഞങ്ങൾ 10 പേര് വരും. ഞാൻ ആരൊക്കെയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒരു നീണ്ട ലിസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. സന്തോഷ്, സിന്ധു, ചിപ്പി, കിച്ചു, പിന്നെ അമ്പിളി, പിന്നെ ആരാ, പിന്നെ ഉഷേച്ചി, പിന്നെ ഉഷേച്ചിയുടെ പിള്ളേരും വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അവര് കൂട്ടാറ്റിൽ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടേ ഉള്ളൂ. അവരിപ്പോൾ തന്നെ വരും. എത്താറായി വരുവോളം കണ്ട് എത്തിയെന്ന് പറഞ്ഞേ. അപ്പോൾ ഇപ്പം തന്നെ അവർ വരുമെന്ന് പറഞ്ഞു. സന്ധ്യയാറാകുന്നു, വിളക്ക് കത്തിക്കണം ഇനി. പിന്നെ വിളക്കൂടെ കത്തിച്ചാൽ മതി കേട്ടോ. ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞു. പക്ഷേ ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം സൂക്ഷിച്ച് ബിരിയാണി മേടിച്ചായോ നിങ്ങൾ കണ്ടില്ലേ ചലഞ്ച് വീഡിയോയ്ക്കകത്ത്? എല്ലാം കൂടെ ചിപ്പി, ഊസേച്ചി, സിന്ധു എല്ലാം കൂടെ വീട്ടിലുണ്ടാക്കുന്നത് വേണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ കള്ളത്തീറ്റ പഠിച്ച് പോകരുതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹോട്ടലിൽ തീറ്റ മോട്ടറക്കടപ്പൊന്നും വേണ്ട, അതൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എന്നാ പറയുന്നത്, വല്ലപ്പോഴും ഇങ്ങനെ ഒരു ആഗ്രഹമൊക്കെ പറയുമ്പോൾ നമ്മൾ എന്നാ പറയാനാ. അതുകൊണ്ട് പിന്നെ പോട്ടേന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ചേട്ടായോട് വിളിച്ച് പറഞ്ഞു കേട്ടോ. ചേട്ടായോട് വിളിച്ച് പറഞ്ഞപ്പോൾ ചേട്ടാ അതിനെ അടിക്കാൻ മേടിക്കാം, അവിടെ നമുക്ക് ഈറ്റ് ആൻഡ് മീറ്റ് അല്ലേ പാരഡൈസ് അല്ലേ ഒക്കെ ഉള്ളത്, ഏതായാലും നമുക്ക് ചോദിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് വിളിച്ച് പറഞ്ഞോളാം, നീ ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ബിരിയാണിക്ക് ഓർഡർ ചേട്ടായി കൊടുത്തു കാണും. ഇപ്പം ബിരിയാണി തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ അവർക്ക് ചേട്ടന്മാർക്ക് ഉണ്ടാക്കിയപ്പം ചോറൊക്കെ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ചോറ് ഇരിപ്പുണ്ട്, മത്തങ്ങായും പയറുണ്ട്, എരിശ്ശേരി ഇരിപ്പുണ്ട്, പിന്നെ പാവയ്ക്കാത്തോരൻ ഇരിപ്പുണ്ട്, കുറച്ച് പോർക്ക് കറി ഇരിപ്പുണ്ട്. അത്ര സാധനം ഇരിപ്പുണ്ട് നിലവിൽ. പിന്നെ 10 പേർക്കുള്ള 10 ബിരിയാണികൾ മേടിച്ച ചേട്ടായിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ തന്നെ അവരുടെ അവിടുത്തെ പാത്രത്തിൽ തന്നെ സെറ്റാക്കിയൊക്കെ തന്നു വിട്ടോളാന്ന് പറഞ്ഞു. കുഴപ്പമില്ല, നീ അതേടുത്ത് ടെൻഷൻ ആവണ്ട, ഞാൻ കൊണ്ടുവന്നാണ്, അവരെല്ലാവരും വരട്ടെ എന്ന് പറഞ്ഞിട്ട്. ചേട്ടായിക്ക് എല്ലാവരും വരുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പണ്ടും അതെ ഇപ്പോഴും അതെ. എല്ലാവരും കൂടെ വന്ന് എല്ലാവരുടെയും വീട്ടിൽ നിന്ന് അതെ കേട്ടോ. പിന്നെ മക്കളും പെൺമക്കളും അവരുടെ ഭർത്താക്കന്മാരും എല്ലാവരും വന്നായിരുന്നു. ബന്ധുക്കാരാണെങ്കിലും ഒക്കെ വന്ന് അടിച്ചു പൊളിച്ച് കപ്പ ബിരിയാണിയായിട്ടും ഫുഡായിട്ടും ഉണ്ടാക്കി കഴിപ്പും, പിന്നെ സ്മോൾ അടിക്കുന്നവർ സ്മോൾ അടിക്കാൻ കൂത്തുകളി എല്ലാം ഉണ്ടായിരുന്നു. നമ്മുടെ കരോട്ട് വീട്ടിൽ വെച്ചായിരുന്നു എപ്പോഴും കേട്ടോ. അപ്പം എന്നാ പറയുന്നത്, ഇപ്പോഴാണ് ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയി, അനാഥരായി എന്നൊക്കെ ഉള്ളൊരു തോന്നിയിട്ടാണ് എൻ്റെ വീട്ടുകാർ ഇത്രയും ഇങ്ങനെ വരുന്നത് കേട്ടോ. ഇപ്പോഴും എന്തായാലും ഒത്തിരി സന്തോഷം. അല്ലെങ്കിൽ നമുക്ക് അയൽവക്കക്കാരാണേലും ചേട്ടായുടെ ഫ്രണ്ട്സ് ആണേലും പിന്നെ എന്നാ പറയുന്നത് അങ്ങനെയൊക്കെ ആയിരുന്നു വരുന്നത്. ഇപ്പം എന്തായാലും എല്ലാവരും വീട്ടുകാരും വരുന്നു. നമുക്ക് ഒത്തിരി സന്തോഷമല്ലേ, നമ്മുടെ കൂടപ്പുറപ്പുകളെല്ലാം കൂടെ ഒന്ന് അടിച്ചു പൊളിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അങ്ങനെ ചേട്ടൻ്റെ ബർത്ത്ഡേ ചേട്ടായി അറിയാണ്ടൊന്ന് എല്ലാവരും കൂടെ കൂട്ടി ഒന്ന് ആഘോഷിച്ചായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അതൊന്നും ഒരു പ്ലാനിങ്ങും ഇല്ല. അപ്പോൾ ചേട്ടായിക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് ഒരു ആൾ കൊടുക്കുന്ന ബർത്ത്ഡേക്ക്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വരും ദിവസങ്ങളിലൊക്കെ വീഡിയോയ്ക്കകത്താകാം. അല്ലാണ്ട് ഇപ്പം നമ്മൾ ചെയ്യുന്നതൊന്നും ബർത്ത്ഡേ ഗിഫ്റ്റ് ഒന്നും അല്ല കേട്ടോ. നമ്മൾ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയും കൊണ്ടുള്ള പരിപാടിയാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. ചേട്ടായിക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഉണ്ട്. അത് ഒരു എന്നാ പറയുന്നത്, നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കും ആ ഗിഫ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അത് നമ്മുടെ ഒരു ചേച്ചിക്കുട്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി താങ്ക്സ് ഉണ്ട് ചേച്ചി. ഒത്തിരി സ്നേഹമുണ്ട്. കാരണം നമ്മളെ ചേർത്ത് പിടിക്കുകയും നമ്മളെ ഓരോരുത്തരും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ കുട്ടി ഗിഫ്റ്റൊക്കെ ഓരോരുത്തരും തരുന്നത്. അതെല്ലാ യൂട്യൂബേഴ്സുമാർക്കും ഇഷ്ടം പോലെ കൈ നിറച്ച് എല്ലാവരും കൊടുക്കുന്നുണ്ട് കേട്ടോ. ആരും പറയുന്നില്ലെന്നുള്ളൂ. ഇഷ്ടംപോലെ ഗിഫ്റ്റുകളും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും വരാറുണ്ട് കേട്ടോ. അപ്പം എനിക്കറിയാവുന്ന യൂട്യൂബേഴ്സിനൊക്കെ ഇഷ്ടം പോലെ കിട്ടിയ എനിക്കറിയാം. അതുകൂടെ ഞാൻ പറഞ്ഞ അപ്പം അതൊക്കെ നല്ല കാര്യമാണ്. അതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. നമുക്കാണെങ്കിലും ഒരാൾക്ക് കൊടുക്കാൻ ഒരു കുഞ്ഞു സാധനങ്ങളും കൊടുക്കാൻ തോന്നണമെങ്കിൽ നമ്മുടെ മനസ്സിലൊരു നന്മ വേണം. ശകലം പോലും അഹങ്കാരമൊന്നും ഇല്ലാണ്ട് ഒരു തനി നന്മയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനും തോന്നും. നന്മയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും ഇങ്ങോട്ടേക്കും കിട്ടും കേട്ടോ. അങ്ങനെയാണ്. പിന്നെ ഇനിയിപ്പോൾ നല്ല മനസ്സ് നിറഞ്ഞ് സന്തോഷമാണ് കേട്ടോ ഓരോ ദിവസവും മുമ്പോട്ട് പോകുന്നത്. നമ്മൾ തന്നെ നമ്മുടെ സ്വസ്ഥതയും സമാധാനവും കണ്ടെത്തിയാണല്ലോ. നമുക്ക് വേറെ ഒന്നിനെക്കുറിച്ച് ആഗ്രഹിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കുടുംബത്തിൽ സമാധാനം വേണം, ശാന്തി വേണമെന്ന് നമ്മൾ വിചാരിക്കണം. അങ്ങനെ ഉണ്ടെന്നുണ്ടല്ലോ നമ്മുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ തന്നെ വരും. സമാധാനമുള്ള കുടുംബത്തിൽ ഐശ്വര്യവും സമ്പത്തും വന്നു ചേരും എന്നാണ് പറയുന്നത്. അതൊക്കെ ഒരു പരിധി വരെ ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യം പറയാണ്. അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ കാണുന്ന ഓരോ ഫാമിലിയിലും ചെറിയ പ്രശ്നങ്ങളും അമ്മായിയപ്പം പോരും മരുമോള് പോരും വഴക്കും മലും ഒന്നും ഇല്ലാത്ത ഫാമിലികൾ കൂടുതൽ തൊട്ട് കൊട്ടാരം വരെ കാണുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓരോ വീടുകളിലും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ തന്നെ കാണാം.
അങ്ങോട്ടും ഇങ്ങോട്ടും ഈശോപേശ വർത്താനം പറയാത്തവരൊന്നും ആരും കാണിയില്ല. പക്ഷേ അങ്ങനെയുള്ളവരാണേലും അമ്മയാണേലും മകളാണേലും മരുമോളാണേലും അമ്മായിപ്പനാണേലും എല്ലാവരും ഒന്ന് വിചാരിക്കുക നമുക്ക് സമാധാനം വേണം, സന്തോഷമാണ്. ഇനി പോട്ടെ, എന്താ പറയുക, ഉള്ളവർ നല്ല ഹാപ്പി ആയിട്ടിരിക്കണം. നമ്മുടെ കുടുംബത്തിൽ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവങ്ങളുടെ പ്രാർത്ഥന ചൊല്ലണം. അങ്ങനെയൊക്കെ എല്ലാം ഒരു കൃത്യനിഷ്ഠതയിലോ പോയാലുണ്ടല്ലോ നമുക്ക് ഉയർച്ച തന്നെ വരും. സത്യമായിട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോൾ ഓരോ കാര്യങ്ങളും എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നുള്ള പാഠവും കൊണ്ട് പറയാണ് കേട്ടോ. ഇത് ചിലരൊക്കെ ഇതിനെയൊക്കെ അഹങ്കാരമായിട്ടും ഒക്കെ എടുക്കുമായിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിലെ അനുഭവം പറയുന്നത്. എന്നെ സ്നേഹിക്കുന്ന കുറേ അധികം കൊച്ചു പെൺപിള്ളേരുണ്ട്. കൊച്ചു പെൺപിള്ളേരെന്ന് വെച്ചാൽ കല്യാണം കഴിച്ച് 10, 28, 30, 35 ഒക്കെ വയസ്സിനുള്ള ഇടയിലുള്ള പിള്ളേർ കുറേ അധികം പിള്ളേരുണ്ട് എന്നെ ഫോൺ വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്കൊക്കെ എപ്പോഴും അതുങ്ങൾ പറയാറുണ്ട്, സിന്ധുമേടെ ചിരിച്ച മുഖവും സിന്ധുമേടെ വർത്താനവും സിന്ധുമേടെ കറിവയും, അല്ലാതെ 2 ഉള്ളിയും സവോളയൊക്കെ എടുത്ത് വെട്ടിക്കണ്ടിച്ച് വീഡിയോ ആക്കി കാശുണ്ടാക്കാന്നല്ല, അല്ലാണ്ട് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോസൊക്കെ ആണെങ്കിലും ചെയ്ത് നമ്മളത് കാണിക്കുമ്പം ഉള്ളുകൊണ്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർക്ക് അതൊരു വലിയ കാര്യമാണ്, വലിയ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് കേട്ടോ. കാരണം നമ്മുടെ വീട്ടിൽ അടിച്ചു കുളിച്ച് നനച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കി നമ്മുടെ ഭർത്താവിന് നല്ല രീതിയിലുള്ള ഫുഡും ഉണ്ടാക്കി കൊടുത്ത് നമ്മുടെ കുടുംബത്തെ കുഞ്ഞുങ്ങളെ പൊന്നുമുണക്ക് നോക്കി നമ്മുടെ വീട്ടിൽ പ്രായമുള്ളവരുണ്ട് അവരെ അത്രമാത്രം ബഹുമാനിച്ച് കാരണവന്മാരെ പ്രായമുള്ളവരെ ഞാൻ എടുത്തു പറയാണ്. 10, 80 വയസ്സുള്ള പ്രായമുള്ളവരെ എന്തേലും സ്നേഹത്തോടെ ബഹുമാനത്തോടെ നമുക്ക് ചേർത്ത് പിടിക്കാമെന്നറിയോ. അപ്പോൾ അതിനൊരു ഭയങ്കര ഐശ്വര്യം കിട്ടും. അത് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ഹാപ്പി വീഡിയോ ആയിരിക്കും. അവരെല്ലാവരും കൂടെ വരുന്നുണ്ട്. ഞാനിങ്ങനെ പറ്റുന്നവർക്കൊക്കെ എടുക്കാം. ഇന്ന് ശരിക്കും മടുത്ത് നിൽക്കുകയാണ് കേട്ടോ. ഇന്ന് ഇച്ചിരി ശരീരമാണെങ്കിൽ പണിത്, അതുകൊണ്ട് ശകലം പടുത്തൊക്കെ നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം അല്ലേ. അടിപൊളിയായിട്ട് എല്ലാം എടുക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും അടിപൊളിയായിട്ട് വീഡിയോ എടുത്തില്ലെങ്കിലും വീഡിയോ കാട്ടി ഇതായിട്ട് എല്ലാവരുമായിട്ടൊന്ന് സന്തോഷിച്ച് തകർത്തടിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പം ഇനി അവർ വരുമ്പോഴത്തെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഇന്നത്തെ നല്ലൊരു ഹാപ്പി വീഡിയോ ആണ്. അപ്പോൾ ആരും മിസ് ചെയ്ത് കണ്ടോ, കുറേ ബറ്റാലിയനാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. ആരൊക്കെ ഉണ്ടെന്നൊന്നും എനിക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അമ്മ പറഞ്ഞു ഞങ്ങൾ 10 പേര് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ പറഞ്ഞു പിന്നെ അപ്പിയിലില്ല, അമ്മ വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വരട്ടെ, നമുക്ക് എല്ലാവർക്കും കൂടെ പോയി അടിച്ചു വിളിക്കാം അല്ലേ. അപ്പോൾ ബൈ. അപ്പം സന്തോഷം കുറേ നേരമായിട്ട് ട്രിപ്പ് അടിക്കുക. ഞങ്ങൾ കുറേ പെങ്ങന്മാരും കുറേ ആൾക്കാരും ഉള്ളതുകൊണ്ട് കേട്ടോ. അതെ കിച്ചു വന്നിട്ടുണ്ട്. അല്ല ഈ ഓട്ടോയ്ക്ക് ആയതുകൊണ്ട് ആർക്കും ചുരിദാറും ഇടണ്ട, ജീൻസും ടോപ്പും ഇടണ്ട. അതെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടടി, സെറ്റായോ? എൻ്റെ അമ്മയുടെ അഭിപ്രായം ഒന്ന് കേൾക്കട്ടെ, എങ്ങനെ ഉണ്ടെന്ന്. അങ്ങനെ ആക്കുവാ. ഇറങ്ങി വരട്ടെ, ഇറങ്ങാനൊക്കെ പാടാ. അതിനെ ഇട്ടിട്ട് കാര്യം ഉള്ള അമ്മ എങ്ങനെയുണ്ടമ്മേ? സ്റ്റെപ്പിന്റെ പുറത്തൂടെ പുത്തശ്ശി ചമ്പൂരിന് കൊടുക്കും. നിങ്ങൾ റോസും റോസും ഒക്കെ ആണല്ലോ. റോസും റോസും അമ്മ നാളെ പെരുന്നാളാണോ? നാളെ ഹാപ്പി ടു യു. എന്നാ പിന്നെ ഇന്ന് ഇച്ചിരി കേക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ, സത്യമായിട്ടോ. 2 വയസ്സായോ? 2 ഞാൻ വണ്ടിയെ കയറി വന്നിട്ട് ആങ്ങളയ്ക്കും പെങ്ങൾക്കും വാട്ടോ കേട്ടോ. ആങ്ങളെയും വാടി കുത്തി നിൽക്കുന്നു. ഓരോരുത്തര് അതെ അവീനെ നോക്കിയേ, തളർന്നു കുത്തിക്കുന്നു. അമ്മയും മകനോട് ഭയങ്കര വർത്തമാനമാണ് കേട്ടോ. കുറേ ദിവസം കൂടി കിട്ടിയതായോണ്ടാ ഭയങ്കര വർത്തമാനം. ചമ്പുരി ഒന്ന് വന്നിട്ട് വഴക്കാ കേട്ടോ. ചമ്പുരി വണ്ടിയെ കയറി വന്നിട്ടാന്ന് തോന്നുന്നു ഭയങ്കര വഴക്കാ. എല്ലാവരും ചായയൊക്കെ കുടിക്കുക. ചമ്പുരുവേ നല്ല പൂപ്പിയാണല്ലോ. ശുണ്ടിക്ക് പൂപ്പിയാ കേട്ടോ, നല്ല പൂപ്പിയാ. ചിന്തു എന്തിയാ മാനെ? സ്വാഗതം ഒരു സ്വാഗതം പറഞ്ഞു. സ്വാഗതം
നാണവും വന്ന് എല്ലാരെയും കൂടെ നോക്കി കൊച്ചിന് നാണം വന്ന് ചാകനം പറ. ആ എന്നാ കിങ്ങിണിനെ വിളിക്കാം, ജാനീനെ വിളിക്കാം, ജാനീനെ. ഒരു പാട്ട് പാടിക്കേ. വരൂ തമ്പുരു. അതാരാ പുറകെ വന്നേക്കുന്നത്? അതാരാ അത്? അതാരാ വന്ന? സിന്ധു. എൻ്റെ അമ്മ സിന്ധു അമ്മയൊക്കെ മരിച്ചു. ആ ചാമിയുണ്ട് കേട്ടോ കഴുത്തേല്. ചാമി എൻ്റെ അമ്മേ ചാമി. അതിനകത്തിരണോ ചാമീനെയോ? നമ്മുടെ കിളിയാ, നമ്മുടെ കിളി. കോഴി എന്തിയ കോഴി? ആ കോഴി എന്തിയ കോഴി? ഓ അവിടെ കോഴിയുണ്ട്, അവിടെ കിളിയുണ്ട് അല്ലേ? അവിടെ കോഴിയുണ്ട്, അവിടെ കിളിയുണ്ട്. എയ്മേ ആരുടെ കൈ പോകുന്നില്ല. ആ അവിടെ കമ്മല്. ആണോ? ആണോ? ക്ഷമയുടെ കമ്മലൊക്കെ പിടിച്ചു വലിച്ചോ? കൊച്ചിന്റെ വള ഏതാ? വളയൊന്ന് കാണിച്ചേ. കമ്മ. അത് കമ്മ. പൊന്നിന് വളയൊന്ന് കാണിച്ചേ. നീ ഏതാ വള? ചാമിയാ. ചാമിയാണ് മാതാവിനെ നോക്കിട്ടാ ചാമിയ. ഇന്നലെ ബിരിയാണി ചെലവ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ സമയം കിട്ടില്ല കേട്ടോ. അപ്പം ബിരിയാണി മേടിച്ചിട്ടുണ്ട്. നല്ല ചിക്കൻ കറി, പപ്പടം, സാലഡ്, അച്ചാർ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ വല്ല സാധനത്തിനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി വന്നോ പോയിട്ട് ഞാൻ വരുന്നുള്ളത് പറയും. അത്രേ ഉള്ളൂ. അപ്പം എൻ്റെ ഇടയിൽ എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും വേണ്ടവർ എല്ലാവർക്കും ഉണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കാം അല്ലേ? എല്ലാം തട്ടുന്നുണ്ട് കേട്ടോ. തമ്പുരൂർ ചിക്കൻ വിളമ്പിയതാവളോ? നല്ല പീസ് മുഴുവൻ അവിടെ ഇരിക്കും. എനിക്കൊരു തിന്ന പോളാടി. എല്ലാം തിന്നിട്ട് പോകൊണ്ട് തരിക. ഐസ്ക്രീം കഴിച്ചിട്ട് വലിയ കാര്യത്തിൽ സന്തോഷം കൊണ്ട് കൊടുക്കും കേട്ടോ സിന്ധുവിന്. അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോ എൻ്റെ കയ്യിലോട്ട് തന്നെ. മാളൂട്ടി ഉഷേജിയൊക്കെ പോവാ കേട്ടോ. എല്ലാരും പോരടി. ഓ എന്താ പൊന്നെ. അതെ കൊടുത്ത് പഠിപ്പിക്കട്ടെ. തമാശക്ക് പോലെ ഇപ്പൊ പറയല്ലേ. അവരെല്ലാരും പോകാൻ തുടങ്ങും കേട്ടോ. അപ്പൊ നമ്മള് കോട്ടയത്തിന് പോകും. നമ്മള് ശാന്തക്കുഞ്ചിനെടുത്തോട്ട്. അപ്പൊ ഞങ്ങൾ ശാന്തക്കുഞ്ചി എടുത്തോട്ട് കൂടി. നിങ്ങൾ എന്നാ മാളൂട്ടി നീ എനിക്കൊരു മെസ്സേജ് ഇട്ടേക്കണം കേട്ടോ. അന്നേരം ഇതിപ്പോ ഒന്നും അറിയിക്കാതെ പോവുക. അപ്പൊ എല്ലാരും ഇത്രയും നേരം ഉണ്ടായത് ഓണം നല്ല തകർപ്പം മേളാങ്കമായിരുന്നു. നമ്മള് ഇന്നലെ വള ചോദിച്ചു, കെട്ടിയാൽ ഇപ്പൊ പോയിലും ചോദിക്കുന്നത്. അത് വയ്ക്കാൻ പറ്റില്ല. അത് തന്നിട്ടുള്ള കളിയില്ല. വേറെ ഒരെണ്ണമുണ്ട് പേരില്ലാത്ത, അത് വേണേ തരാന്ന്. അത് പിന്നെ എന്നാണല്ലോ അങ്ങനെയാ. ആരും പോകുന്ന പിന്നെ ഇഷ്ടമില്ല. വന്നിട്ട് മാളുവിന് നല്ല വഴക്കുണ്ടാക്കി. പോകാനാണ് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു മാളുവിനോട്. ഓക്കെ നാളെ ഒരു ശാഖ നിൽക്കാനല്ലാതെ ഇങ്ങോട്ട് വരണ്ടെന്ന്. 5 ദിവസം നിൽക്കാൻ വന്നേക്കാന്ന് അവനേക്കുന്നത് കേട്ടോ. ദൈവമേ മതി. രാത്രിയായി 8:30 കേട്ടോ. ഉഷാമ കെട്ടും കിടക്കൊക്കെ എടുത്ത് ഇറങ്ങി. അവിയൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഉഷേജി ഇറങ്ങി. സന്തോഷിന് മാത്രം ഉമ്മ കേട്ടോ. സന്തോഷിന് മാത്രം. എനിക്കൊരു ഉമ്മ തന്നെ. ഒരു ഉമ്മ. നല്ല കൊച്ചാണ്. ഓക്കെ അതെ. ചിന്തു ചേച്ചിക്കുണ്ടോ? ഈ ചേച്ചിക്കുണ്ടോ മോനെ? ഈ ചേച്ചിക്കൊരു മോൾക്ക്
ആ ഉണ്ടടി ഉണ്ടടി എല്ലാവർക്കും ഉണ്ട്. ഓക്കെ ടാറ്റാ ബൈ ബൈ. See you. ഉപ്പറമ്മിക്കൊരു കൊടുക്കാൻ. സന്തോഷമാണ് ഭയങ്കര ലോകിയായി. സന്തോഷം ഈടൊന്നും പോയോണ്ട് നാളെ 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 നമ്മൾ നാട്ടിലൊക്കെ പോയി ഇറങ്ങി. അടുത്ത പണിയായിട്ട് വരുന്നതായിരിക്കും. ഡേറ്റ് ഇല്ലെന്നല്ലേ പറഞ്ഞു. ഡേറ്റ് ഞാൻ കണ്ടുപിടിക്കും. ആണ്ട ജിഷം പോയി വണ്ടി എടുത്ത്. പോകാൻ മനസ്സില്ല കണ്ടോ. ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്. അവ സൂക്ഷിച്ചു പോ സൂക്ഷിച്ചു പോ സൂക്ഷിച്ചു. ജിഷൻ പോയി വണ്ടി എടുത്ത്. ജിഷൻ അരമണിക്കൂറായി പുറത്തിറങ്ങി. ഭയ പോകാൻ പോകാൻ പോകാന്ന് പറയാൻ തുടങ്ങിയിട്ട്. അതായത് ആ ഡ്യൂട്ടി ഉണ്ടെന്ന് നമുക്ക് നാളെ. രാവിലെ ഞങ്ങൾ വന്നേക്കാം. അവളോട് എപ്പോഴാ തമ്പുരോട് എപ്പോഴാ വരുന്നതെന്ന് ചോദിക്കുമ്പോ നാളെ. അയ്യോ ഇവിടെ ആണോ ഞങ്ങളാർക്കും ഇനി മൂത്തമ്മകള് പോയപ്പോ പറയാൻ പോവാണോ ഇല്ലേ. ചെന്നിട്ട് ഇതേപോലെ തന്നെ ഒരു വലിയ പ്ലാനിങ് നടത്തിയായിരുന്നു. ഇല്ലായിരുന്നോടി. പിന്നെ നമ്മളെല്ലാരും റെഡി ആയിട്ടിരുന്നു. 3-6 ട്രിപ്പ് പോന്നു. അത് ഞങ്ങൾ പറയല പറഞ്ഞു. വണ്ടിക്കൂലി ആരാന്ന് ഞങ്ങൾ പേര് പറയത്തില്ല. വണ്ടിക്കൂലി മുടക്കിക്കോളാം. ഇന്നിപ്പോ പുതിയ ഇറക്കുമതി കഴിപ്പൊക്കെ കഴിഞ്ഞ് അതെ അതെ ഇതുവരെ അല്ല അത് 3 ദിവസം ഉപവാസം എടുക്കണം ചേട്ടായി. ആ നല്ല കാര്യത്തിന് പോകുമ്പോ 3 ദിവസം ഉപവാസം എടുക്കണം. എന്താ അഴുക്കാതിരിക്കാൻ പോന്നില്ലേ പോന്നില്ലേ. അത് ശരി. ഞാൻ പറഞ്ഞ വേളാങ്കണ്ണി പോവാം നമുക്ക്. അതെ അതെ. എന്നിട്ട് നമ്മുടെ കൂടെ ഉള്ള അല്ല പ്ലാൻ ചെയ്തവരൊക്കെ അവര് എടി അല്ല അവരുടെ കൂടെ പ്ലാൻ ചെയ്തവരൊക്കെ നമ്മളെ കൊണ്ടാതെ കറങ്ങാനും പോയി. ആണോ കാണാനില്ല. അത് അന്നേരം തന്നെ വിഷ്ണു വന്നില്ലേ. അന്നേരം ഓടിപ്പോയില്ലേ. അയ്യോ പേര് പറയില്ലേ. ഇതിന് വല്ല തീരുമാനമാവുമോ എന്ന് അറിയാൻ വേണ്ടി പോതാ. അവിടെ അവര് കിണർ തീർന്നു കേട്ടോ. വണ്ടിക്കൂലി അളിയാൻ മടക്കും. ഇരുട്ട എല്ലാരും മോൻ കാണത്തില്ല. 3 ദോശയും സാമ്പാറും ഞാൻ മേടിച്ചു. വണ്ടി ഒരു ദിവസം ഒരു നേരം തിന്നാ മതി. പൈസ ഉണ്ടോ? ഞാനീ ഈ യാത്രക്ക് ഞാനില്ല കേട്ടോ. ഞാൻ ഒഴിവാക്കിയേക്കുന്നു. അമ്മ പോച്ചോറുമായിട്ടാണ് വന്നേ. അടിപൊളി. അമ്മയ്ക്ക് ഉണക്കമീൻ മതി. ഉണക്കമീൻ ചുട്ട് ഒരു ചക്ക വറുത്ത് അല്ല ചക്ക പുഴുക്ക് അത് മാത്രം മതി എനിക്ക്. ഞാൻ മുമ്പേ ആ ചക്കച്ചോള മൊത്തം തിന്ന്. ഇല്ല വെട്ടിയില്ല. അതോട് വെച്ചേക്കുവാ. നാളെ വെട്ടാ ഇല്ലേ. പുളിക്കുമായിരിക്കും. ആണോ? അല്ല പുളിച്ചാ മതി. ഇല്ലേ വരിക്കാം. ആണോ? അല്ല വേവിക്കണ്ടെന്നേ. ഇവിടെ ആർക്കും വേസ്റ്റ് വേണ്ട. ചേട്ടായിക്ക് വേണ്ട. പുളിച്ചത് മതി. ആണോ? പുളിച്ച് എനിക്ക് പുളിച്ചത് വെട്ടി അങ്ങോട്ട് അടുത്ത് ഞാൻ ഫ്രിഡ്ജ് വെക്കും. പിന്നെ 4 ദിവസം അത് തന്നെ തിന്നും. ആണോ?
ഇങ്ങനെ എന്റെ അമ്മ എണീറ്റ് ഇത്രയും നേരം അമ്മ മര്യാദയ്ക്ക് കൊടുത്ത കയറി കിടന്നോളാൻ പറഞ്ഞു അമ്മ ഇട്ടു. അമ്മ നമ്മുടെ വീട്ടിൽ കിടക്കത്തില്ല, അമ്മയ്ക്ക് ചൊറിയും. അടുത്ത ആഴ്ച 8-10 ദിവസം ഞാനിവിടെ ഉണ്ട്. എവിടെ എന്ന് ഇവിടെ അടുത്ത ആഴ്ചയില് അടുത്ത ആഴ്ച ചുട്ടോണ്ട് വരാനോ. അപ്പൊ ദോശ എത്ര വേണമെന്നോ? ദോശ ഒരു 150 ദോശ ഞാൻ ചുടും. ഏ 1 കിലോ സാമ്പാർ. ചമ്മന്തി കാന്താരി ചമ്മന്തി മതി കേട്ടോ, അന്നേരം കണ്ടവൻ കഴിക്കുക. ഇച്ചിരി എരിവ് കൂടുതൽ അരച്ചാൽ മതി. സാമ്പാർ വേണ്ട, കാന്താരി വിളങ്ങണിക്ക് പോകുന്ന പ്ലാൻ ഇടുന്നു കേട്ടോ. ഇതെല്ലാം പ്ലാനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഇതിന്ന് മാറിയിട്ടുണ്ട്. നല്ല മുളക്, നല്ല കാന്താരി വെണ്ണ പോലെ അരക്കണം. ഇനി ഇവള് വന്നാൽ ഇവളെ കൊണ്ടുപോകാം. പറഞ്ഞോളൂ. ഒരു കാര്യം നോക്കാം, ഇനി ഇവള് വന്നാൽ ഇവളെ കൊണ്ടുപോകാം. നമ്മളെ ഗ്രൂപ്പ് ആ ശരി വാശി. ഓക്കെ ഉറപ്പ്. ഞങ്ങൾ ഒരിടത്ത് പോയി. ഞാൻ ഇവിടെ പേശാമ സമാധാനത്തിൽ ഒരു തിന്നോളാം. പോടെ ഉറപ്പാണല്ലോ. 3 ദോശ ഞങ്ങൾ ദോശ ചമ്മന്തി തന്നിട്ട് ഞങ്ങൾ ദോശ പട്ടിണി കിടക്കണ്ട. കാന്താരി വെണ്ണ പോലെ അരക്കും, എണ്ണ ഒഴിക്കില്ല. എണ്ണ ഒഴിക്കാതെ വെണ്ണ പോലെ കാന്താരി അരച്ചിട്ട് ചിപ്പി ഈ വർഷം പോയില്ലേ നിന്നെ ഞാൻ തട്ടും. തോമസ് ചെയ്യടി, നീ എന്ത് ഞാൻ തോമസ് എന്നാ പോട്ടേന്ന് കിടക്കത്തില്ല. അമ്മ എവിടെ മുള്ള നിൽക്കുന്നവർക്ക് ഇതേ പോയി നിൽക്കുന്നത്. പോ പൊക്കോളെ. അമ്മേനെ ഒക്കെ കൊണ്ടുവന്നുകൊണ്ടാ പോകുന്നേന്ന്. ആ അതെ. ഇങ്ങനെ ഞങ്ങൾ 2 അപ്പത്തി വേറെ കിടന്നു, 3ാമത്തെ അപ്പത്തി അടുത്ത് വന്നിരിക്കും. ഓ എന്റെ പൊന്നെ, അമ്മയുള്ളതുകൊണ്ടാണ്. അമ്മയാണ്ട് പോയി കേട്ടോ. ഇരുട്ടാ ഭയങ്കര. എല്ലാരും വന്നിട്ടൊക്കെ പോയി കേട്ടോ. എന്നാ പറയുന്നത്, ഒരു നല്ല അടിപൊളി ഇൻട്രോ എടുക്കണമെന്ന് ഓർത്തു, ഒരു അടിപൊളി വൈൻഡപ്പ് എടുക്കണമെന്ന് ഓർത്തു. പക്ഷെ ഒന്നും പറ്റിയില്ല. എല്ലാം അപ്പം സന്തോഷമായി. എല്ലാവരും പിരിഞ്ഞു. നല്ല അടിപൊളി ബിരിയാണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഞാനൊരു ശകലം ചോറാണ് കഴിച്ചത്. പിന്നെ മാളും എടുത്തുകൊണ്ട് പോയിട്ട് കഴിക്കാണ്ട് ഒരു ശകലം മീതി വെച്ചതിനകത്ത് പിന്നെ എനിക്ക് ഇച്ചിരി തന്നു. അപ്പം അല്ല കുഞ്ഞുമേ ഇത് തിന്നെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശകലം തന്നു. അത് കഴിച്ച് നോക്കി. ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വലിയ രീതിയിൽ ഇഷ്ടമുള്ളൂ. എനിക്ക് ഇന്ത്യ ഗേറ്റിൻ്റെയോ ബാസ്മതി റൈസോ ഒക്കെ എനിക്കിഷ്ടം. മറ്റേ എന്നാ പറയുന്നത്, ഒരു കുഞ്ഞരി ഉണ്ടല്ലോ, ജീരകച്ചമ്പയോ പൊന്നിയരിയോ, അതെനിക്ക് ഇഷ്ടമില്ല. അതെനിക്ക് ഇഷ്ടമില്ല. അതായിരുന്നു അതിൻ്റെ ബിരിയാണിയായിരുന്നു കേട്ടോ. പക്ഷേ ടേസ്റ്റ് ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. നല്ല ചിക്കൻ കറി സാധനങ്ങളൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ ചിക്കൻ കറി കുറച്ച് മീതിയുണ്ട്. ബിരിയാണി ഒരാൾ കൂടെ കഴിക്കാനുള്ളത് മീതിയുണ്ട്. പിന്നെ ചിക്കൻ കറി മീതിയുണ്ട് കേട്ടോ. ചിക്കൻ കറി ഇനിയിപ്പോൾ ഞാൻ എന്നെ ചെയ്യും, നാളെ രാവിലെ നമ്മുടെ ചേട്ടന്മാർക്ക് ചപ്പാത്തിനോട് ചൂടാക്കി കൊടുക്കും. അപ്പോൾ എനിക്ക് രാവിലത്തെ ഒരു കറിയും ലാഭമായില്ലേ. അപ്പോൾ അങ്ങനെ വിചാരിച്ചു. ഞാൻ ഫ്രിഡ്ജിനകത്തെടുത്ത് വെച്ചു. ഇനി കിടന്നുറങ്ങാൻ പോവാണ്. ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. ദൈവം ഇങ്ങനെ തന്നെ മുമ്പോട്ടേക്ക് പോകാനായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്കതേ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ എല്ലാ നന്മകളും ദൈവം തരട്ടെ. എല്ലാവർക്കും, ഭൂമിയിലുള്ള എല്ലാവർക്കും എല്ലാ നന്മകളും തരട്ടെ. ആർക്കും ഒരു അസുഖങ്ങളും കാര്യങ്ങളും വയ്യാഴികളും ഒന്നും വരാണ്ടിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വിശേഷമല്ല, എല്ലാവരോടും ഒരു നല്ല തകർപ്പൻ വിശേഷമായിരുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാലും കൂടി പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടത്തിൽ അവരോടോട് ഇടിച്ചു കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.